ഹലോ, അപ്പോൾ ജാനിസ് സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രെൻഡിങ്ങിൽ ഓടിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, എന്തായാലും നമ്മളെ ചെറുള്ളിയൊക്കെ ഉള്ളിമുളകും ബീഫ്. അപ്പം അത് ഉണ്ടാക്കാൻ വെച്ചാൽ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ആ ബീഫ് വാങ്ങാൻ പോകും കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോൾ എനിക്കൊരു 10 വട്ടെങ്കിലും കടയിലേക്ക് ഓടിക്കട്ടോ. ചെറിയുള്ളി കണ്ടോ, വറ്റൽമുളക്, പച്ചമുളക്, എന്തേ തേങ്ങ. അങ്ങനെ സാധനത്തിൻ്റെ ലിസ്റ്റ് കൊടുത്ത മൂപ്പര് കടയിൽ വാങ്ങാൻ പോവാണ്. അപ്പോൾ സാധനം വരുമ്പോൾ നമുക്ക് ബാക്കി പരിപാടിയാണ്. അപ്പോൾ ബീഫൊക്കെ ചെറുതാക്കി മുറിച്ചു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയുള്ളി നന്നാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുപ്പത്ത് വെക്കണ ബീഫിനോട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കുക്കറിൽ വെക്കുന്നത് പൊതുവേ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് അടുപ്പത്ത് തന്നെ വെക്കണം ഇവിടെ നിർബന്ധം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളിയിലാണ് നമ്മൾ സ്ഥിരം ഇവിടെ ബീഫ് വെക്കൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുണ്ട്. പിന്നെ ലേശം കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു സമാധാനം കുറച്ച് പട്ടയും കറാമ്പും കൂടി ഇതിലേക്ക് ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നേരെ ഇതിനെ അടുപ്പത്ത് കയറ്റാം കേട്ടോ. കിടക്കട്ടെ ഇനി അവിടെ ഒരു 1-2 മണിക്കൂർ എടുപ്പത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വെന്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ലേശം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ വെളിച്ചെണ്ണ ചൂടാവാണ്ട് തേങ്ങട്ടൽ ഒരു പ്രത്യേകിച്ചൊരു വികാരം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പരിപാടിക്കുന്നത്. അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ എന്താക്കുക നമുക്കൊരു ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചതുക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെ മെയിൻ താരം നമ്മൾ ഉണക്കമുളക് ആണല്ലോ. അപ്പോൾ എരിവിന് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ നേരത്തെ അതിലേക്ക് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി ഈ വറവിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം അങ്ങനെ വറുത്ത് കഴിയുമ്പോഴേ നമുക്ക് എന്താക്കാം, നമ്മളെ ആ വെന്ത് വന്ന ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടോ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ബീഫിന് യാതൊരു വികാരവും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റും കൂടി അടുപ്പത്ത് കിടന്ന് വീഴുമ്പോണ്ടല്ലോ അതിനൊരു മണം വരാണ്ട് മക്കളെ. എന്നിട്ട് ഈ ചൂടോടെ വന്നേന്ന് ഒരു കഷ്ണം എടുത്തിട്ട് വായിലേക്ക് ഇട്ടിട്ട് വായ അടയ്ക്കാനും പറ്റില്ല, തുറക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വിഴുങ്ങുമല്ലോ, അതിൻ്റെ ഒരു രസം വേറൊരു പ്രത്യേക രസം തന്നെ കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിമുളക് ബീഫ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരൻ ആരാ? നമ്മുടെ കപ്പ. അപ്പം ലേശം കപ്പയും കൂടി ഉണ്ടാക്കിയിരുന്നുണ്ട്. അപ്പോൾ ലേശം മഞ്ഞപ്പൊടി കൂടിയോ? തിന്നപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ കാണുമ്പോൾ ലേശം മഞ്ഞ കൂടിയതുപോലെ ഉണ്ട്. അപ്പോൾ ഇതാ വാപ്പയും മക്കളും ഇവിടെ എന്ത് ചെയ്യുന്നു, വണ്ടി കേട്ടോ. അപ്പോൾ അവരെ വിളിച്ച് വേഗം ഞങ്ങൾ അടുത്ത പരിപാടി പിടിച്ചിട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കപ്പേൻ്റെ കൂടെ പറ്റിയൊരു ഈ ഉള്ളിമുളക് ബീഫ് കിട്ടുക. അപ്പോളേ ഇത് ആദ്യം തന്നെ നമുക്ക് കൊണ്ടിട്ട് എനിക്കാക്കി കൊടുക്കുക. കാരണം മൂപ്പര് എന്തെങ്കിലും കൂടുതലോ കുറവുണ്ടെങ്കിൽ മുഖത്തൊക്കെ വെട്ടി തുറന്നൊരു ആക്ഷനും അല്ലാണ്ട് പറയും കേട്ടോ. അതാരും മുമ്പിൽ വെച്ചിട്ടാണ് എന്തൊന്നും വേണ്ടാത്ത രസമുണ്ടെന്ന് അങ്ങോട്ട് പറയേ. കാരണം എന്തുണ്ടാക്കിയാലും കുറച്ച് സമയം പിടിക്കും മുമ്പുള്ള വായിന്നൊന്ന് രസമുണ്ട് എന്ന് പറയണേക്കാൻ. പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കട്ടോ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ പൂച്ചകൾ പരക്കം പഞ്ഞി നടക്കുന്നുണ്ട്. കാരണം കുറേ നേരമായാലും ബീഫിൻ്റെ മണം കിട്ടി വെള്ളം. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് ആരുണ്ടാക്കാൻ മറക്കാൻ ഒരു അടിപൊളി റേറ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ കപ്പ